അപ്പോൾ വിറക് നന്നായിട്ട് കത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെമ്പ് വെക്കാം. ചെമ്പ് വെച്ച് ചെമ്പൊന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വിറകൊക്കെ ഉഷാറായിട്ട് കത്തുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടായ ചെമ്പിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. കിടിലനൊരു മട്ടൻ ബിരിയാണിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചൂടായ ചെമ്പിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, അതേപോലെ തന്നെ തക്കോലം ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കഴുകി വാർത്ത് വെച്ച അരി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. 1 കിലോ അരിയാണ് നമ്മളിവിടെ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കുക അരി. അതിലേക്ക് നമ്മൾ അരി ഏത് പാത്രത്തിലാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം, നല്ല തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങാ നീരും ഒരു പിടി മല്ലിച്ചപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരി വേവാൻ വെക്കാം. ചോറ് സെറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പഞ്ചസാരയും ഒരു 2 ഏലക്ക പൊടിച്ചതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളെ ഉള്ളി റോസ്റ്റ് ചെയ്തെടുക്കേണ്ട പരുവം. ഒരു ബ്രൗൺ ഷെയ്ഡാണ്, ഒരു ക്രിസ്പി ആയിരിക്കും കേട്ടോ ഇത്. അങ്ങനെ നമ്മളെ ആവശ്യത്തിനുള്ള ഉള്ളി നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് മാറ്റി വെക്കണം, ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോറ് റെഡിയാകാൻ നോക്കാം. അപ്പോൾ നമ്മളെ ചോറ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അങ്ങനെ തീ നന്നായി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചട്ടി വെച്ചിട്ട് ബാക്കി പരിപാടി തുടങ്ങാണ്. ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാണ് കേട്ടോ. അങ്ങനെ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ പട്ടയും ഗ്രാമ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ, ഒന്ന് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടുള്ളൂ, ആ ഒരു മട്ടൻ ആഡ് ചെയ്യാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മട്ടൻ വേവിച്ചെടുത്ത വെള്ളം, വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പിന്നെ കട്ട തൈര്. ഇത് നമ്മൾ കട്ട തൈര് ഒന്ന് അടിച്ച് ലൂസാക്കി എടുത്താണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഗൈസ്, ഇതിൽ നമ്മൾ വേറെ പൊടികളായിട്ട് മസാലപ്പൊടികളായിട്ട് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്, കാരണം ചട്ടി കുറച്ച് ചെറുതാണ്. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പാത്രം ഒന്ന് മാറിയിട്ട് കുറച്ചുകൂടി വലിയ പാത്രം വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം, മസാല സെറ്റാക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ പാത്രമൊക്കെ എടുത്ത് ഇറച്ചി നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഉള്ളി, അതിൽ നമ്മൾ കുറച്ച് ഭാഗം മാറ്റി വെച്ചു ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള. ബാക്കി ഉള്ളി ഒന്ന് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആകെ ഈ ഒരു പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ പൊടികളായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മളെ ബിരിയാണിയിലേക്ക് വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഇനി ദമ്മിടാം. ദമ്മിടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ ചെമ്പിലേക്ക് നമ്മൾ മസാല, ഏറ്റവും അടിയിലെ ലെയർ നമ്മൾ മസാല ആണ് ഇട്ടത്. അതിൻ്റെ മേലെ നെക്സ്റ്റ് ലെയറായിട്ട് ചോറ് ഇട്ടു. ചോറിൻ്റെ മേലെ കുറച്ച് നെയ്യ്, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഉള്ളി, നമ്മൾ ക്രഷ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് മാറ്റി വെച്ച ഉള്ളി, അതും കൂടെ വിതറിയിട്ട് നമ്മൾ അടുത്ത ലെയർ ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ്. നെയ്യ്, ഗരം മസാല, മല്ലിച്ചപ്പ്, അതേപോലെ തന്നെ റോസ്റ്റ് ചെയ്ത ഉള്ളി. ഇത് നമ്മളൊന്ന് ഫില്ല് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ മൂടി വെക്കുക. എന്നിട്ട് ഇത് ദമ്മ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല കിടിലൻ മട്ടൻ ബിരിയാണി നമുക്ക് കിട്ടും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെ മട്ടൻ ബിരിയാണി ഇവിടെ സെറ്റാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല കിടിലൻ മട്ടൻ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.